എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. അതായത് നമ്മളുടെ ഈ പദ്ധതിക്ക് ഒരു കൃത്യമായ ഒരു ഓർഡറുണ്ട്. ആ ഓർഡർ അനുസരിച്ച് വേണം എല്ലാവരും ചെയ്യാൻ. അതായത് ആദ്യം നമുക്ക് വരേണ്ടത് നിസ്കാരമാണ്. നിസ്കാരം കഴിഞ്ഞ് വരേണ്ടത് നമുക്ക് എക്സർസൈസാണ്. എക്സർസൈസ് കഴിഞ്ഞ് ശംഖുലി കഴിഞ്ഞിട്ട് സന്നിധാന ധ്യാനം. ഇതാണ് അതിൻ്റെ ഓർഡർ. ഇപ്പോൾ എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ തുടങ്ങാം. നേരത്തെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന കുറേ ആൾക്കാരുണ്ട്. എക്സർസൈസ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്ക് ശരിക്കും നിസ്കാരവും എക്സർസൈസും ശംഖുലിയും സന്നിധാനദാനവും ഒരുമിച്ച് തന്നെ ചെയ്യാം. ബാക്കിയുള്ളവർ പതുക്കെ ചെയ്ത് കയറുക. നമ്മളിന്ന് നിസ്കാരം എന്ന് പറയുന്ന ഒരു ആചാരത്തെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ നിരന്തരമായി ചെയ്യേണ്ട ഒരു ആചാരം. ഇന്ന് ഇസ്ലാം സമൂഹം ആചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണ്. പക്ഷേ അതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് ചെയ്യും. ഇന്ന് മിക്കവാറും എല്ലാവരും തന്നെ പള്ളിയുടെ അകത്തും പെരയുടെ അകത്തും കസേരയിലിരുന്നുമാണ് നിസ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ അത് നേരിട്ട് മണ്ണിൽ ചെയ്യുന്നു. മണ്ണിലല്ലെങ്കിൽ പുൽത്തകിടിയിൽ ചെയ്യുന്നു. ഇനി മണ്ണ് അഴുക്കാണ് എന്ന് തോന്നിയാൽ കോട്ടൺ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലാത്ത പായ വിരിച്ചിട്ട് അതിൻ്റെ മേൽ ചെയ്താലും മതി. അതായത് നമുക്ക് ഭൂമിയുമായിട്ട് ലിങ്ക് കിട്ടണം. ഇപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ ആചാരത്തിൽ മുഹമ്മദ് നബി തിരുമേനി ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ തിണ്ണയോ വേറെ ഒരു സാധനം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അന്ന് അത് മഹാഗുരു ഉദ്ദേശിച്ചത് ഭൂമിയായിട്ടൊരു ലിങ്ക് ആയിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതങ്ങനെ ചെയ്യുക. മനുഷ്യ ശരീരത്തിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇത് നമുക്കറിയാം. അതായത് ഒരു സ്റ്റാറ്റിക് എനർജി എന്ന് പറയുന്ന സാധനം, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഭൂമിക്കും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇത് തമ്മിലുള്ള ഒരു ലിങ്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഭൂമിയുമായി ഒരു കണക്ഷൻ നമുക്ക് കിട്ടണം, ഇലക്ട്രിക്കൽ കണക്ഷൻ നമുക്ക് കിട്ടണം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന. ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന അതാണ്. അതായത് നമ്മളുടെ ശരീരത്തിൽ 4 നെഗറ്റീവ് പോയിൻറ്റ്സ് ഉണ്ട്. കൈവെള്ളകൾ 2ഉം കാൽവെള്ളകൾ 2ഉം 4 നെഗറ്റീവ് പോയിൻറ്റ്സാണ്. അതേമാതിരി തന്നെ നമ്മളുടെ ശരീരത്തിൽ 3 പോസിറ്റീവ് പോയിൻറ്റ്സും ഉണ്ട്. അത് നമുക്കറിയാമല്ലോ. കാലുകൾ 2ഉം വന്ന് ചേരുന്ന ഇടം ഒരു പോസിറ്റീവ് പോയിൻ്റാണ്. കൈകൾ 2ഉം വന്ന് ചേരുന്ന ഇടം ഒരു പോസിറ്റീവ് പോയിൻ്റാണ്. 2 കണ്ണുകൾ വന്ന് ചേരുന്ന ഇടം ഒരു പോസിറ്റീവാണ്. അതേ ഇടത്തിലേക്ക് തന്നെയാണ് 2 കാതുകളുടെയും കേന്ദ്രം വന്ന് ചേരുന്ന ഇടം, 2 ബ്രെയിനിൻ്റെ ലോബുകൾ വന്ന് ചേരുന്ന ഇടം, മൂക്കിൻ്റെ 2 ദ്വാരങ്ങൾ വന്ന് ചേരുന്ന ഇടം. അതുകൊണ്ട് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പോയിൻ്റാണ്. അതായത് ഭാരതത്തിൽ സ്ത്രീകൾ പൊട്ടുതൊടുന്ന ഇടം, ചന്ദനക്കുറി തൊടുന്ന ഇടമാണിത്. ഇതിൽ യോഗാശാസ്ത്രം ഇതിനെ ആജ്ഞാകേന്ദ്രം എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ ഇതൊരു അറിവിൻ്റെ കേന്ദ്രം, ആജ്ഞാകേന്ദ്രം, ബുദ്ധി കേന്ദ്രം എന്നൊക്കെ വിളിക്കുന്ന ഒരു സാധനമാണിത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള 2 പോസിറ്റീവ് പോയിന്റിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇടമാണിത്. അപ്പം നമ്മൾ നിസ്കരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുക? ഈ കൈകളും കാലുകളും മണ്ണുമായിട്ട് എർത്തുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. ഒപ്പം നെറ്റിയും കൂടി കൊണ്ടുപോയി മണ്ണിൽ മുട്ടിക്കുന്നു. അതായത് പൂർണ്ണമായും നമ്മൾ ഭൂമിയുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുക. സാധാരണഗതിയിൽ നമ്മളൊരു മോട്ടോർ വാങ്ങിക്കുമ്പോൾ എർത്ത് ചെയ്യാറുണ്ട്, ഇല്ലേ? പുതിയൊരു മോട്ടോർ മേടിക്കുമ്പോൾ മണ്ണിലേക്ക് എർത്ത് ചെയ്യാറുണ്ട്. ഒരു ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ നമ്മൾ എർത്ത് ചെയ്യാറുണ്ട്. നമ്മളെ തന്നെ നമ്മൾ ഒരു എർത്ത് ചെയ്യുക, കണക്ഷൻ വീണ്ടെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനെ ഇക്കോളജി പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ഈശ്വരൻ ഇരിക്കുന്ന ഇടം എന്നാണ്. കാരണം ജീവൻ്റെ ഗ്രാവിറ്റേഷണൽ സെൻറ്ററാണ്. അതായത് ജീവൻ എന്ന ചൈതന്യത്തിന് ഒരു സെൻറ്ററുണ്ട്. സൗരയൂഥത്തിന് ഒരു സെൻറ്റർ ഉണ്ടെന്ന് നമുക്കറിയാം. സൂര്യനാണ് അതിൻ്റെ സെൻറ്റർ. ഇതേമാതിരി തന്നെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെയും കോശങ്ങളെയെല്ലാം
ആകർഷിച്ച് നിർത്താൻ ഒരു കേന്ദ്രം നമുക്ക് വേണം, അല്ലെങ്കിൽ അത് നിൽക്കില്ല, ചെതറിപ്പോകേണ്ടതല്ലേ. അങ്ങനെ ചെതറിപ്പോകാതെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ആ ജീവൻ്റെ കേന്ദ്രമാണിത്. ഇതിനെ ഇക്കോളജി ശാസ്ത്രത്തിൽ ഈശ്വരൻ്റെ ഇടമായതുകൊണ്ട് ഇതിനെ സന്നിധാനം എന്ന് നമ്മൾ പേരിടുന്നു. അതായത് ഇതാണ് നമ്മളുടെ സന്നിധാനം. ഈ സന്നിധാനം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേന്ദ്രമാണ്. 4 നെഗറ്റീവ് പോയിൻറ്സും 3 പോസിറ്റീവ് പോയിൻറ്റും ഒരുമിച്ച് ലിങ്ക് ചെയ്യുന്നത് പോലെയാണ് അത് വരിക. പ്രധാനപ്പെട്ട പോസിറ്റീവ് പോയിന്റിലൂടെ ശരീരം മുഴുവൻ ഭൂമിയുമായിട്ട് ലിങ്ക് ചെയ്യപ്പെടും. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. അതായത് മനസ്സാണ്. മൈൻഡ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പം നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സാണ്. ഭൂമിയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മനസ്സാണ്. അപ്പം നമ്മളുടെ മനസ്സും ഭൂമിയുടെ മനസ്സും തമ്മിൽ നമ്മൾ കണക്റ്റ് ചെയ്യുന്നു, ലിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നിസ്കാരം ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അതാണ്. അങ്ങനെ ചെയ്താൽ ഭൂമിയുടെ മനസ്സുമായി നമ്മൾ ലിങ്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സൗരയൂഥവും ഒന്നടങ്കവുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യപ്പെടുകയാണ്. കാരണം അതൊരു മനസ്സാണ്. സൗരയൂഥത്തിൻ്റെ ഒരു മനസ്സുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യും. അങ്ങനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഗാലക്സി, മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയുടെ മനസ്സുമായിട്ട് ലിങ്ക് ചെയ്യണം. ഗാലക്സിയുടെ മനസ്സുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രപഞ്ചം ഒന്നടങ്കമുള്ള മനസ്സ്, പ്രപഞ്ച മനസ്സുമായിട്ട് ലിങ്ക് ചെയ്യലാണ്. അതായത് നമ്മളുടെ മനസ്സും പ്രപഞ്ച മനസ്സും തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള ഒരു ആചാരമാണ് യഥാർത്ഥത്തിൽ ഈ നിസ്കാരം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ ഗുണം? ഇങ്ങനെ ലിങ്ക് ചെയ്താൽ എന്താ ഗുണം എന്നുള്ളത്, പ്രാപഞ്ചിക അറിവുകൾ നേരിട്ട് നമ്മുടെ മനസ്സിലേക്ക് കിട്ടാനുള്ള ഒരു വഴിയാണ്. ആ ലിങ്കിങ്ങിലൂടെ ഇത് കിട്ടുള്ളൂ. അപ്പം നമുക്ക് എല്ലാവരും, എല്ലാ മനുഷ്യരും എല്ലാ ദിവസവും ഈ പ്രപഞ്ച കേന്ദ്രവുമായി ഒരു ലിങ്ക് കൊടുക്കാൻ നമുക്ക് കഴിയും. അതിന് ഏറ്റവും ലളിതവും വളരെയധികം ശാസ്ത്രീയവുമായിട്ടുള്ള ഒരു ആചാരമാണ് നിസ്കാരം. ഇത് എല്ലാവരും ചെയ്യണം. കുട്ടികളെ ഉൾപ്പെടെ എല്ലാവരെയും കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ജ്ഞാനവും ബോധവും നമ്മളിൽ ഉണരും. അതായത് ഈശ്വരൻ ഇരിക്കുന്ന ഇടം ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ ഉണർത്തലാണത്. അപ്പോൾ ഉണർത്താനായി ഈ നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ നമ്മൾക്ക് ഉണർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ആചാരമായി കണ്ട് എല്ലാവരും ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ ആ മനുഷ്യർക്ക് പിന്നെ തെറ്റുപറ്റില്ല. അവനൊരു കുറ്റവും ചെയ്യാൻ പറ്റില്ല, ഒരു ക്രൂരതയും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവർ രണ്ടുപേരും കൂടി ഇത് ചെയ്ത് കാണിച്ചു തരും. അത് എങ്ങനെയാണ് ചെയ്യണമെന്നും കൂടി കാണാം. എല്ലാവരും ശ്രദ്ധിച്ചോളുക. ഇത് അവർ ചെയ്ത് കാണിക്കും. അതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കൈകൾ രണ്ടും 2 നെഗറ്റീവ് പോയിന്റ്സ് ആണ്. കൈകൾ മാത്രം മണ്ണിൽ കുത്തുക. കാലിൻ്റെ ഉള്ളംകാല് നിലത്ത് മണ്ണിൽ മുട്ടുന്ന രീതിയിൽ പോയിന്റഡ് ആയിട്ട് വരും. രണ്ടും കാണിച്ചു തരാം. ശരിയൊന്ന് ചെയ്തോ നിങ്ങൾ. ഒന്ന്, 2, 3 എന്ന് മനസ്സിൽ 50 വരെ എണ്ണിക്കൊള്ളുക. കാരണം ഇതിൻ്റെ സമയം എത്ര എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. മുട്ട് നിലത്ത് മുട്ടണ്ട, മുട്ട് പൊട്ടി പിടിച്ചു. അങ്ങനെ ബല ഒട്ടും വേണ്ട. കൈകൾ പത്തികൾ മാത്രം നിലത്ത് മുട്ടുകയും കാൽപാദങ്ങൾ നിലത്ത് മുട്ടുകയും ചെയ്യും. അമ്പത് വരെ എണ്ണുക. ഒരു ടൈം വേണമല്ലോ ഇതിന്. മനസ്സിൽ 50 വരെ എണ്ണുക. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് വേറൊരു വിഷയമാണ്. ശംഖുലി എന്ന് പറയുന്ന ഒരു വിഷയമാണ് പഠിക്കാൻ പോകുന്നത്. അതായത് എന്താണ് ഈ ശബ്ദം? ശബ്ദശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ ഭാരതത്തിനുണ്ടായിരുന്നായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയി, പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്.
ഇനി നമ്മൾക്ക് ആ ശബ്ദത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. നാദബ്രഹ്മം എന്ന് നമ്മൾ പറയാറുണ്ട്. ആദിയിൽ വചനമുണ്ടായി എന്ന് നമുക്ക് പറഞ്ഞ് അറിയാം. നമ്മളുടെ പണ്ടത്തെ ഋഷിമാർ പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കിയിരുന്നവരാണ്. അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ശബ്ദത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം രൂപം കൊണ്ടത് എന്നാണ്. അപ്പോൾ അതിനെ ആധാരമാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ശംഖുലിയായിട്ട് നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ എങ്ങനെ ഈ ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ്. നമ്മൾ പഞ്ചഭൂത സിദ്ധാന്തം ഭാരതം ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും വലിയൊരു അറിവാണ്. ആ പഞ്ചഭൂത സിദ്ധാന്തത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. ശബ്ദം, ആകാശം എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ശബ്ദത്തെയാണ്. ശബ്ദത്തിൽ നിന്നും അഗ്നി, സൂര്യന്മാരുണ്ടായി. അഗ്നിയിൽ നിന്നും വായു ഉണ്ടായി. വായുവിൽ നിന്നും വെള്ളമുണ്ടായി. വെള്ളത്തിൽ നിന്നും ഭൂമിയുണ്ടായി. ഇതാണ് പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഗ്രഹങ്ങളും ഭൂമിയും ഭൂമിയിലെ സസ്യലതാദികളും ജീവജാലങ്ങളും മനുഷ്യനുൾപ്പെടെ സർവ്വതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ശബ്ദത്തിൽ നിന്നാണ്. അതായത് ശബ്ദം അഗ്നിയായി, അഗ്നിയിൽ നിന്നും വായു, വായുവിൽ നിന്നും വെള്ളം, വെള്ളത്തിൽ നിന്നും ഭൂമി, ഈ അഞ്ചും ചേർന്നിട്ട് നമ്മളുണ്ടായി എന്നാണ് നമ്മുടെ ശരീരം ഈ പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും അത് തന്നെയാണ്. ആകാശത്തിൽ നിന്നും ശബ്ദം ഭൗതിക പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ആന്തരികമായ ശരീരത്തിൽ നമുക്ക് ആ ആന്തരിക ആകാശമുണ്ട്. ഈ ആകാശം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിലുമുണ്ട്. ഈ ആന്തരിക ആകാശത്തിൽ ശബ്ദം ഉണ്ടാക്കലാണ് ശംഖുലി. അതായത് പ്രപഞ്ചം സൃഷ്ടിച്ചത് ശബ്ദത്തിൽ നിന്നാണ്. അതേമാതിരി തന്നെ നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് വിശ്വം താനീ ശരീരം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറുപതിപ്പാണ്. ആ ശരീരത്തിനുള്ളിലെ ആകാശത്തിൽ നമ്മൾ ശബ്ദമുണ്ടാക്കുക എന്നുള്ളതാണ് ശംഖുലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ശംഖുലി നമ്മുടെ ശരീരത്തിൽ ശബ്ദമുണ്ടാക്കുമ്പോൾ 6 എനർജികൾ ഉണ്ടാകും. ഈ 6 എനർജികൾ ചേർന്നതാണ് ശബ്ദം. അതായത് ഒരു ഹീറ്റ് എനർജി ഉണ്ടാകും, ലൈറ്റ് എനർജി ഉണ്ടാകും. ഇത് ഇരട്ടകളാണ്. ഹീറ്റ് എവിടെയുണ്ടോ അവിടെ ലൈറ്റ് ഉണ്ടാകും, ലൈറ്റ് എവിടെയുണ്ടോ ഹീറ്റ് ഉണ്ടാകും. അതേമാതിരി തന്നെയാണ് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാകും, മാഗ്നറ്റിക് എനർജി ഉണ്ടാകും. ഇത് രണ്ടും ഇരട്ടകളാണ്. അറ്റോമിക് എനർജി, വേവ് എനർജി, ഇത് രണ്ടും ഇരട്ടകളാണ്. ഇങ്ങനെ 6 എനർജികൾ ചേർന്നിട്ടാണ് നമ്മളുടെ ശബ്ദമുണ്ടായത്. ആ ശബ്ദമാണ് നമ്മുടെ ശരീരത്തിൽ, ആന്തരിക ആകാശത്തിൽ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ ഈ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഈ 6 എനർജികളും സൃഷ്ടിക്കപ്പെടില്ലേ. അതാണ് അതിൻ്റെ ഗുണം. അതാണ്, അതായത് ഹീറ്റും ലൈറ്റും ഇലക്ട്രിക്കൽ എനർജിയും മാഗ്നറ്റിക് എനർജിയും അറ്റോമിക് എനർജിയും വേവ് എനർജിയും ഉണ്ടാകും. ഇതിൽ നമുക്ക് വളരെ വ്യക്തമായിട്ടും അനുഭവപ്പെടാൻ പോകുന്ന കാര്യം, നമ്മൾ ഈ ശംഖുലി ചെയ്യുമ്പോൾ വേറെ ഒരു വ്യായാമവും ഇല്ല, പക്ഷേ നമ്മുടെ ശരീരം നല്ല ഭംഗിയായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. നമ്മൾ വിയർക്കുന്നത് നമുക്ക് അനുഭവത്തിൽ വരും, വിയർത്ത് കുളിക്കും. അപ്പോൾ ഹീറ്റും ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അവിടെ ഭാവിയിൽ ലൈറ്റും ഉണ്ടാവാം. അതേമാതിരി തന്നെ നമുക്കറിയാം മൈൻഡ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്. അപ്പോൾ നമ്മൾ ശംഖുലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിൽ നിന്നും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി പവർ കൂടി അവിടെ ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സ് കട്ടി കൂടുന്നു എന്നുള്ളത്, മനസ്സിന് കരുത്ത് കൂടാൻ ഉപകരിക്കുന്നുണ്ടാണ്. ഇതാണ് ഇതിൻ്റെ തത്വം. അതേമാതിരി തന്നെയാണ് അറ്റോമിക് എനർജിയും വേവ് എനർജിയും. അത് നമ്മളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. ചലനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. അപ്പം നമുക്ക് ഈ 6 എനർജികളെയും നമ്മളുടെ ശരീരത്തിനുള്ളിൽ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ആചാരം പോലെ ചെയ്യുന്ന ഒരു ആക്ഷനാണ് ശംഖുലി. എന്താണിത്? എങ്ങനെയാണ് ചെയ്യേണ്ടത്? കണ്ണടക്കണം, കാതടക്കണം, ചുണ്ടുകൾ അടയ്ക്കണം, എന്നിട്ട് ഇരുന്നു കൊണ്ട് ഉള്ളിൽ മൂളുക. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് പല പ്രാവശ്യം ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുക, ശ്വാസം കിട്ടുന്നത് വരെ മൂളുക. ഇതാണ് നമ്മൾ ചെയ്യുക. ഭാരതത്തിൻ്റെ ദേവതാ സങ്കല്പങ്ങളിൽ എല്ലാത്തിലും ശബ്ദത്തിൻ്റെ അടയാളങ്ങൾ കാണാം. നമുക്ക് ശിവഭഗവാന്റെ കയ്യിൽ
ഡമരു നമുക്ക് കാണാം, അത് ശബ്ദത്തിൻ്റെ അടയാളമാണ്. അതേമാതിരി തന്നെയാണ് സരസ്വതി ദേവിയുടെ കയ്യിൽ നമുക്ക് വീണ കാണാം. അതേമാതിരി ഇനി മഹാവിഷ്ണുവിൻ്റെ പക്കൽ ശംഖ് കാണാം. ഇനി നാരദ മഹർഷിയുടെ കയ്യിൽ നമുക്ക് 2 സാധനങ്ങൾ കാണാം, നാദവും താളവും കാണാം. അതായത് നാദത്തിനായിട്ട് മണിവീണയും താളത്തിനായിട്ട് ചപ്ലാങ്കട്ട എന്ന് പറയുന്ന ഒരു സാധനം കാണാം. ഇത് ദേവതാ സങ്കല്പങ്ങളിൽ കണ്ട് കാണിച്ചിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഈ ശബ്ദത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്നതാണ് ഇതിലും. ഇനി മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ ഓടക്കുഴലും നമുക്ക് കാണാം. അപ്പോൾ ഹിന്ദു ആചാരപ്രകാരം, ഹിന്ദു പാരമ്പര്യത്തിൽ ശബ്ദത്തിന് അതിപ്രാധാന്യം ഭാരതത്തിൽ കണ്ടിരുന്നു. ഒരു ദിവസം നമുക്ക് ഒരു 33 പ്രാവശ്യമെങ്കിലും മിനിമം 33 പ്രാവശ്യമെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സ് നല്ല പവർഫുള്ളായിരിക്കും, മനസ്സ് കൂടും. മാനസികമായ സംഘർഷങ്ങളെ മുഴുവൻ ഒഴിവാക്കാനുള്ള കരുത്ത് അതിന് നേടിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇത് ചെയ്തേ പറ്റും. അതായത് റേഡിയേഷൻസ്, മൈക്രോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, മൊബൈലിൻ്റെത്, ടി വിയുടേത്, റേഡിയോയുടേത്, ഇങ്ങനെ ഒരുപാട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിനെ രക്ഷപ്പെടുത്തി നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് കരുത്ത് കൂട്ടുകയേ പറ്റും. മൊബൈൽ നമുക്കിനി ഉപേക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ മൊബൈലിലേക്ക് ഉണ്ടാകുന്ന ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ തടുക്കാനുള്ള കരുത്ത് സകലരുടെയും മനസ്സ് നേടിയെടുത്തേ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ശംഖുലി എന്ന് പറയുന്ന ഒരു സംവിധാനം. അത് നിങ്ങൾ ചെയ്ത് കാണിച്ചു തരും, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരും. ഒരു 33 പ്രാവശ്യം നമ്മൾ ചെയ്താൽ സാധാരണഗതിയിൽ നമുക്ക് മൈൻഡ് ഹെൽത്തി ആയിട്ട് നിലനിർത്താൻ പറ്റും. ഇനി ഒരു 200-220 പ്രാവശ്യം ഡെയിലി ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു കുറഞ്ഞതൊരു 6 മാസം കഴിയുമ്പോൾ പ്രകാശവും ഉണ്ടാകും. അതായത് നമ്മുടെ ശരീരം സ്വയം പ്രകാശിക്കാൻ കരുത്തുള്ളതാണ്. ആ പ്രകാശം, സ്വയം കരുത്തുള്ള പ്രകാശം പ്രകാശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, ശരീരം ലൈറ്റ് പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കൂടുതൽ പ്രാവശ്യം ചെയ്താൽ മതി. എത്ര പ്രാവശ്യം ഒരാൾക്ക് ചെയ്യാമോ അത്ര പ്രാവശ്യം ചെയ്യാം. അപ്പം അത് അതൊന്ന് ചെയ്ത് കാണിച്ചു തരും. വളരെ ഈസി ആയിട്ട് ഒരു കുറച്ച് പ്രാവശ്യം ഒന്ന് ചെയ്ത് കാണിച്ചു തരും. ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം. ഇത് ശരിക്കും യോഗാശാസ്ത്രത്തിലെ ഭ്രമരി തന്നെയാണ്. ആ ഭ്രമരി വേറൊരു രൂപത്തിൽ നമ്മൾ എടുക്കുന്നു എന്നുള്ളത്. മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ ഒരു ശംഖ് ഉള്ളത് കൊണ്ട് അത് ശംഖുലി എന്ന പേര് നമ്മൾ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഭ്രമരി തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ വിയർത്തില്ലേ? വിയർത്തു, രണ്ടുപേരും വിയർത്തു. അതായത് ശംഖുലി നമ്മൾ വെറും 11 പ്രാവശ്യം ചെയ്തു അല്ലേ? 11 പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ വിയർത്തു. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ ശരീരത്തിനുള്ളിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്തു എന്നല്ലേ? ഹീറ്റ് ജനറേറ്റ് ചെയ്താൽ ലൈറ്റും ജനറേറ്റ് ചെയ്യില്ലേ? ഹീറ്റുള്ളിടത്ത് ലൈറ്റ് വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ശംഖുലി കൂടുതൽ ആവർത്തി ചെയ്താൽ 10-220 പ്രാവശ്യമെങ്കിലും ഡെയിലി ചെയ്താൽ ഓരോ മനുഷ്യരും പ്രകാശിക്കും.
പ്രകാശിക്കാൻ കഴിവുള്ള ജീവിയാണിത്. അപ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്തു, ലൈറ്റും ജനറേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയും മാഗ്നറ്റിക് എനർജിയും ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? അത് മനസ്സായിരിക്കില്ലേ? അതല്ലേ മനസ്സെന്ന് പറയണത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സ് കൂടുതൽ വളർന്നില്ലേ, അല്ലെങ്കിൽ ശക്തി പ്രാപിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ചലനത്തിന് ഉതകുന്ന അറ്റോമിക് എനർജിയും വേവ് എനർജിയും കൂടി ഉണ്ടായിട്ടില്ലേ? അപ്പം എല്ലാത്തിനും ഉതകുന്ന ഒരു എനർജിയാണ് ഇത്. നമുക്ക് തരുന്ന പാഠം എന്താണ്? ഇതിൽ വളരെ വ്യക്തമായിട്ട് ഫിസിക്സ് നമ്മളെ പഠിപ്പിക്കുന്നത് an energy neither can be created nor be destroyed എന്നാണ്. പക്ഷേ നമ്മളുടെ ഈ അനുഭവത്തിൽ ശംഖലിയിലൂടെ ഫിസിക്സിൻ്റെ ഈ തത്വത്തെ മറികടന്നിരിക്കുകയാണ്. അത് ഭാവിയിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം. ഇനി നമ്മൾ വേറൊരു വിഷയം കൂടി പഠിക്കുകയാണ്. അതായത് സന്നിധാന ധ്യാനം എന്നത് പഠിക്കുകയാണ്. മറ്റ് ധ്യാന പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണിത്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് സന്നിധാനം എന്താണ് എന്നറിയണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈശ്വരൻ ഇരിക്കുന്ന ഇടത്തിൻ്റെ പേരാണ് സന്നിധാനം. അതെന്താണെന്ന് ഇപ്പോൾ നമുക്കറിയാം. അതായത് നമ്മുടെ നെറ്റിയിൽ പൊട്ടുകുത്തുന്ന ഇടം. ഇതാണ് നമ്മളുടെ സെൻറ്റർ, ഗ്രാവിറ്റേഷണൽ സെൻറ്റർ എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ സന്നിധാനം. ഇക്കോ സ്പിരിച്വാലിറ്റിയിൽ ഇതാണ് സന്നിധാനം എന്ന് പറയുക. ഈ സന്നിധാനത്തെയാണ് ആജ്ഞാകേന്ദ്രമെന്നും ബുദ്ധി കേന്ദ്രമെന്നും യോഗാശാസ്ത്രം വിളിച്ചത്. ഈ ബുദ്ധി എവിടെ നിന്നും വന്നതാണ് എന്നുകൂടി ഇക്കോ സ്പിരിച്വാലിറ്റി നോക്കുന്നു. അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് അമ്മയുടെ പൊക്കിൾക്കൊടി ബന്ധത്തിലൂടെ കൈമാറി വന്ന ഒരു മനസ്സാണ് ബുദ്ധി എന്ന് ഇക്കോ സ്പിരിച്വാലിറ്റി വിലയിരുത്തുന്നു. അമ്മയ്ക്ക് എവിടെ നിന്നാണ് വന്നത്? അമ്മയുടെ അമ്മയിൽ നിന്നും വന്നു. അങ്ങനെ പുറകോട്ട് പോയാൽ ആദി മാതാവിൽ നിന്നും ഒരു ദീപം കൊളുത്തി വരുന്നത് പോലെ ആദി മാതാവിൽ നിന്നും അമ്മമാരിലൂടെ പൊക്കിൾക്കൊടി ബന്ധത്തിലൂടെ പകർന്ന് വന്ന് നമ്മുടെ ഉള്ളിലെത്തിയ ഒരു സന്നിധാനം, അത് നമ്മുടെ ബുദ്ധിയാണ്. ആ ബുദ്ധിക്ക് സകലതും അറിയാം. കാരണം അത് ഈശ്വരനായതുകൊണ്ട് സകലതും അറിയാം. ആ സകലതും അറിയാവുന്ന ഒരു ആള് നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് ഈ ബുദ്ധി കേന്ദ്രത്തിൽ ഉള്ളത്. ഈ ബുദ്ധി എല്ലാവരിലും ഒന്നാണ്. ഈ ബുദ്ധിക്ക് സകല അറിവുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ നമ്മളെ ആൾക്കാർ പറയുമായിരുന്നു അറിവ് ഉള്ളിലേക്ക് നോക്കാൻ പറയുമായിരുന്നു. എന്താണെന്ന് എനിക്ക് പോലും മനസ്സിലായിരുന്നില്ല. ഇപ്പം എനിക്കറിയാം. നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ അറിവ് കിട്ടുമെന്ന് പറയുന്നത് ഇതാണ് ബുദ്ധി. നമ്മുടെ ഇരിക്കുന്ന ബുദ്ധിയിലായിരുന്നു. എല്ലാവരുടെയും ബുദ്ധി ഒന്നാണ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ബുദ്ധിയില്ലാത്തവൻ മണ്ടൻ എന്നൊക്കെ ചിലരെ വിളിക്കാറുണ്ട്. അതിൽ യാതൊരുവിധ അർത്ഥവുമില്ല, കഴമ്പുമില്ല. എല്ലാവരിലുമുണ്ട്, ഈശ്വരാംശമുണ്ട്. നമ്മളുടെ പ്രശ്നങ്ങളുടെ മൂല കാരണം അറിവില്ലായ്മയാണ്. ഈ അറിവില്ലാത്തത് ആർക്കാണ്? മാനുഷിക മനസ്സിനാണ്. ഈ മാനുഷിക മനസ്സ് എവിടെ നിന്നുമാണ് നമുക്ക് രൂപം കൊണ്ടത്? അതായത് ആൾറെഡി നമുക്കൊരു ബുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവിക മനസ്സ് നമുക്കുണ്ട്, മാനുഷിക മനസ്സും നമുക്കുണ്ട്. ഈ മാനുഷിക മനസ്സുണ്ടാകുന്നത് അന്നത്തിൽ നിന്നാണ്. പഞ്ചഭൂതങ്ങൾ 5 അന്നങ്ങളാണ്. ഈ പഞ്ചഭൂതങ്ങൾ 5ൻ്റെയും സാരാംശമാണ് മനസ്സ് എന്ന് പറയുക. അന്നമയ കോശമാണ് മനോമയ കോശം എന്ന് ഭാരതത്തിനറിയാം. അപ്പോൾ അന്നം മനസ്സാകുന്നു എന്ന് വരുമ്പോൾ നമുക്കൊരു മനസ്സ് രൂപപ്പെട്ടിട്ടുണ്ട്. തുടക്കം മുതൽ നമ്മൾ അമ്മയുടെ പാലുകുടി നിർത്തിയതിന് ശേഷം, പാലുകുടിയിലൂടെ വരുന്നത് ദൈവിക മനസ്സ് തന്നെയാണ്. അതിനുശേഷം നമ്മൾ അന്നം കഴിച്ചു തുടങ്ങുമ്പോൾ, ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ നമുക്കൊരു മനസ്സ് രൂപം കൊണ്ടിട്ട് ഒരു മാനുഷിക മനസ്സാണത്. ആ മാനുഷിക മനസ്സിനാണ് അറിവില്ലാതെ പോയത്. അതായത് നമ്മളുടെ ഉള്ളിൽ 2 മനസ്സുകളുണ്ട്. ഒന്ന് ദൈവിക മനസ്സും മറ്റൊന്ന് മാനുഷിക മനസ്സും. മാനുഷിക മനസ്സിനാണ് അറിവില്ലാത്തത്. നമ്മുടെ ദൈവിക മനസ്സിന് അറിവുണ്ട് താൻ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ദൈവിക മനസ്സിനെ സമീപിക്കുക. നമ്മളുടെ മനസ്സ് ദൈവിക മനസ്സുമായിട്ട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിനെയാണ് സന്നിധാനം എന്ന് പറയുക. അതായത് നമ്മളുടെ മനസ്സ് ബുദ്ധി കേന്ദ്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതിനാണ് നമ്മൾ സന്നിധാന ധ്യാനം എന്ന് പേരിട്ട് വിളിക്കുക. അതായത് നമ്മുടെ മനസ്സ് ബുദ്ധി കേന്ദ്രമായി ലയിക്കുക, മനോബുദ്ധി ലയം. ഇതാണ് വേണ്ടത്. അത് ഇവരൊന്ന് കാണിച്ചു തരും. ഇപ്പോൾ ഒന്ന് കാണിച്ചു തരും.
ഇരുന്നു കൊണ്ട് ഈ കേന്ദ്രത്തിലേക്ക് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ബലപ്രയോഗങ്ങളൊന്നും വേണ്ട, ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ഒരുപാട് പേരെ എനിക്ക് അനുഭവത്തിലുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കാര്യമാണ്, കണ്ണാടിയിൽ നോക്കി നെറ്റിത്തടത്തിൽ ഒരു വലിയ പൊട്ട് തൊടുക എന്നുള്ളതാണ്. പൊട്ട് തൊട്ടിട്ട് കണ്ണടച്ചിരുന്ന് ആ പൊട്ടിനെ ശ്രദ്ധിച്ചാലും മതി. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതായത് സാധാരണഗതിയിൽ കണ്ണടച്ചിരുന്ന് നെറ്റിയിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ, ആജ്ഞാകേന്ദ്രത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ, സന്നിധാനത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്. മാനസികമായിട്ട് സ്ട്രെസ് ഉള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, കണ്ണാടിയിൽ നോക്കി ഒരു വലിയ പൊട്ട് നെറ്റിയിൽ തൊടുക. ഇതാ ഇവർ 2 പൊട്ട് തൊട്ടിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ആ കണ്ണാടിയിൽ നോക്കി നമ്മൾ പൊട്ട് തൊട്ട ഇടം നമുക്ക് കാണാം, കണ്ണാടിയിൽ കണ്ടിട്ടുള്ളത് കാണാം. അത് കണ്ണടച്ചിരുന്ന് ആ പൊട്ടിനെ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. പൊട്ട് ഭസ്മം കൊണ്ടാകാം, ചന്ദനം കൊണ്ടാകാം, കരി കൊണ്ടാകാം, എന്തും കൊണ്ടാകാം, ഏത് ഗാനം കൊണ്ടാകാം. അങ്ങനെ കണ്ണടച്ചിരുന്ന് ഒന്ന് പൊട്ടിനെ ശ്രദ്ധിച്ച് കണ്ണടച്ചിരുന്ന് ആ പൊട്ടിനെ മാത്രം ശ്രദ്ധിക്കുക. ഇതൊരു സന്നിധാന ധ്യാനമാണ്. കുറേ കൂടി എളുപ്പമാണത്. എളുപ്പം. സാധാരണഗതിയിൽ നമുക്ക് ശ്രദ്ധ അങ്ങോട്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരും. യാതൊരുവിധ ബലവും പ്രയോഗിക്കേണ്ട. എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്നും ഇത് ചെയ്യാം. ഇനി ബസ്സിൽ യാത്ര ചെയ്യുന്നു അപ്പോഴും ചെയ്യാം, ഇനി ട്രെയിനിൽ യാത്ര ചെയ്യുന്നു ചെയ്യാം. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എപ്പോൾ വേണേലും ചെയ്യാവുന്ന ഒരു കാര്യം. ശ്രദ്ധ കിട്ടാത്തവർ, അതായത് ബലം പ്രയോഗിച്ച് കൊണ്ടുവരാനല്ല, എളുപ്പത്തിൽ കൊണ്ടുവരാനുള്ള വഴിയാണ് വിരല് ആ പൊട്ടിനുമേൽ തൊട്ടുകൊണ്ട് സന്നിധാനം 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 എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. ഇതാ ഇപ്പം ഇവർ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ചെയ്യാം. ഇനി ഈ വിരൽ തൊട്ടാലും നമുക്ക് ചിലപ്പോൾ ശ്രദ്ധ കിട്ടിയില്ലെന്ന് വരും. അവർക്ക് സന്നിധാന മന്ത്രം ഉരുവിടാം. അതായത് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ 2 പേരും പറയണം, സന്നിധാനം 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. സന്നിധാനം 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 ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ കൂടുതൽ ശ്രദ്ധ അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണിത്. ഇനി ഒറ്റയടിക്ക് നേരിട്ട് ശ്രദ്ധ കിട്ടും എന്നുള്ളവർ അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇങ്ങനെ നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ധ്യാനിച്ചു കൊണ്ടിരിക്കുകയും ചെയ്താൽ ഏത് പ്രശ്നത്തിനുമുള്ള പരിഹാരം നമ്മൾക്ക് കിട്ടും. കാരണം നമ്മളുടെ ഉള്ളിൽ ഈ അറിവ് ഇരിപ്പുണ്ട്. പ്രാപഞ്ചിക അറിവ് മുഴുവൻ നമ്മുടെ ബുദ്ധിയിൽ ഇരിപ്പുണ്ട്, സന്നിധാനത്തിൽ ഇരിപ്പുണ്ട്. മറ്റാരോടും പോയി കൂടിയാലോചിക്കേണ്ടതില്ല. നമ്മളുടെ മനസ്സ് നമ്മളുടെ ബുദ്ധിയുമായി കൂടിയാലോചിക്കുക. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്രയെല്ലാം ചെയ്തിട്ടും നമ്മൾക്ക് ഈ സന്നിധാന ധ്യാനം കൃത്യമായി ചെയ്യാൻ ചിലർക്ക് ബുദ്ധിമുട്ട് വരാം. കാരണം നിത്യജീവിതത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്ന മനസ്സുകൾക്ക് കുറച്ചുകൂടി ഈ സന്നിധാന ധ്യാനത്തെ കാര്യക്ഷമമാക്കാൻ പട്ടാഭിഷേകം എന്ന് പറയുന്നൊരു പദ്ധതി കൂടിയുണ്ട്. അതും ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സാധനമാണ്. അതായത് പട്ടാഭിഷേകം എന്ന് പറഞ്ഞാൽ നമ്മൾ ആകപ്പാട് കേട്ടിട്ടുള്ളത് ശ്രീരാമ പട്ടാഭിഷേകം മാത്രമാണ്. എന്നാൽ നമുക്ക് നമ്മളുടെ തന്നെ പട്ടാഭിഷേകം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിന് ഒരു സങ്കല്പം എടുക്കണം. അതായത് നമ്മളുടെ ശരീരം ഒരു രാജ്യമാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. നമ്മുടെ ശരീരം ഒരു രാജ്യം, ഒരു സ്വതന്ത്ര രാജ്യം. ആ രാജ്യത്തിലെ പ്രജകൾ എന്ന് പറയുന്നത് നമ്മുടെ കോശങ്ങളാണ്. 53 ട്രില്യൺ 53 ട്രില്യൺ കോശങ്ങളാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ രാജ്യത്ത് 53 ട്രില്യൺ പ്രജകളുണ്ടെന്നാണ്. അപ്പോൾ ഈ പ്രജകൾ ഉള്ള ഒരു രാജ്യമാണ് നമ്മളുടെ ശരീരം. ഒരു രാജ്യമാകുമ്പോൾ ആ രാജ്യത്തിന് ഒരു തലസ്ഥാനം വേണ്ടി. നമ്മുടെ തല എന്ന് പറയുന്നത് നമ്മളുടെ തലസ്ഥാനമാണ്. ആ തലസ്ഥാനമാകുമ്പോൾ ആ ഒരു രാജാവ് വേണ്ടി, ഒരു രാജകൊട്ടാരം വേണ്ടി.
ആ രാജകൊട്ടാരം എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനാണ്. ബ്രെയിൻ നമ്മുടെ രാജകൊട്ടാരമാണെന്ന് സങ്കല്പിക്കുക. ആ രാജകൊട്ടാരത്തിൽ രാജാവിനിരിക്കാൻ ഒരു സിംഹാസനം വേണം. ആ സിംഹാസനം ഇട്ടിരിക്കുന്ന ഇടമാണ് നമ്മുടെ പൊട്ടുകുത്തുന്ന ഇടം. അപ്പോൾ അവിടെ ഒരു സിംഹാസനം, ഒരു സ്വർണ്ണ സിംഹാസനം ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുക. അതിലൊരു രാജാവുണ്ട്. ആ ഈശ്വര ചൈതന്യം അതാണ് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത്. അത് ഈശ്വര ചൈതന്യം ബുദ്ധി കേന്ദ്രമാണ്. അതാണ് നമ്മളുടെ രാജാവ്. നമ്മുടെ രാജ്യത്തിൻ്റെ രാജാവ് അതാണ്. ആ രാജാവ് ആ സിംഹാസനത്തിൽ ഇരിപ്പുണ്ട്. പക്ഷേ ആരില്ല? അതിനകത്ത് രാജ്ഞിയില്ല. രാജാവ് മാത്രമേ അവിടെ ഇരിപ്പുള്ളൂ. രാജാവ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് കാര്യങ്ങളൊന്നും നടക്കണില്ല. കാരണം ശരീരത്തിൻ്റെ നിയന്ത്രണം മനസ്സിൻ്റെ പക്കലാണ്. ശരീരം മൊത്തം നിയന്ത്രണം മനസ്സിൻ്റെ പക്കലാണ്. അപ്പോൾ മനസ്സ് എന്ന് പറയുന്ന ആളുകൂടി ഇങ്ങോട്ട് വരണം. ഇപ്പോൾ രാജാവിന് നമുക്കൊരു പേരിടാം. ആ പേര് ബുദ്ധൻ എന്ന് തന്നെ ഇരുന്നോട്ടെ. ബുദ്ധിയായതുകൊണ്ട് ബുദ്ധൻ എന്ന് പറയുന്ന രാജാവ് നമ്മുടെ തലസ്ഥാനത്തെ രാജകൊട്ടാരത്തിലെ സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് രാജ്ഞിയെ അവിടെ എത്തിക്കണം. അതിന് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് രാജ്ഞിയായിട്ട് സങ്കല്പിക്കുക. അത് സ്ത്രീഭാവമാണ്. മനസ്സിന് സ്ത്രീഭാവമാണ്, ബുദ്ധിക്ക് പുരുഷഭാവവുമാണ്. അപ്പം ഈ സ്ത്രീ രാജാവിനെ പോയി മുഖം കാണിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അതായത് നമ്മുടെ സ്ത്രീ വളരെ സുന്ദരിയാണ്, മനസ്സ് എന്ന് പറയുന്നത് വളരെ സുന്ദരിയായ ഒരു സ്ത്രീയാണെന്ന് സങ്കല്പിക്കുക. ആ സ്ത്രീക്കും ഒരു പേരിടണം. എന്താണ് ആ പേര് എന്നുള്ളതാണ്. ഒരു പേര്, നല്ലൊരു പേര് ആ പെണ്ണിന് കൊടുക്കണം. നമ്മുടെ ഉള്ളിലെ മനസ്സിന് ആ പേര് ശ്രദ്ധ എന്ന പേര് കൊടുക്കുക. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ്. ആ മനസ്സിന്ന് സിംഹാസനത്തിലില്ല, രാജകൊട്ടാരത്തിൽ പോകണം. എങ്ങനെ പോകണം? ശ്രദ്ധ പോകണമെന്നുണ്ടെങ്കിൽ നല്ല രാജാവിന് കാണിക്ക വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വർണ്ണത്തളികയിൽ നല്ല പഴങ്ങളും പൂക്കളും ആക്കിക്കൊണ്ട് നേരെ ശ്രദ്ധ രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിനെ, അതായത് നമ്മുടെ ബുദ്ധിയെ, മനസ്സ് മുഖം കാണിക്കുന്നു. നമ്മളുടെ പ്രസാദം അങ്ങോട്ട് അർപ്പിക്കുന്നു, അവിടെ കൊണ്ട് കാഴ്ചവെക്കുന്നു. പ്രസാദം കൊണ്ട് കാഴ്ചവെച്ചു, തളി അവിടെ വെച്ചു. നല്ല സുന്ദരിയാണ്, മനസ്സാണ്, ചേരേണ്ടതാണ്. രാജാവ് ഈ ശ്രദ്ധ എന്ന് പറയുന്ന നമ്മുടെ മനസ്സിനെ പിടിച്ച് സിംഹാസനത്തിലിരുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ആരാണ്? 2 പേര് കൂടി ചേർന്നിട്ട്. നേരത്തെ മനസ്സ് മാത്രമായിരുന്നു, മനസ്സിന് തെറ്റുപറ്റി പോകാമായിരുന്നു. പക്ഷേ ഇനി രാജാവിൻ്റെ മാനദണ്ഡ നിർദ്ദേശത്തിൽ അല്ലെങ്കിൽ അകമ്പടി അവിടെ വരുന്നു. ഈ 2 പേരും, രാജാവും രാജ്ഞിയും ഇരിക്കുന്നു. ഇതാണ് നമ്മളുടെ പട്ടാഭിഷേകം. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൽ രാജാവിൻ്റെയും രാജ്ഞിയും ചേർന്ന് ഒരു പട്ടാഭിഷേകം നടന്നു കഴിഞ്ഞു. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, അതുപോലെ നേരത്തെ മനോബുദ്ധി ലയം പറഞ്ഞത് തന്നെയാണിത്. ചേർന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം ശരിയായി, സകലതും ശരിയായി. അതായത് നമ്മുടെ ശരീരം പിന്നെ ഭരിക്കുന്നത് രാജാവും രാജ്ഞിയും ചേർന്നിട്ടാണ്. രാജാവും രാജ്ഞിയും ചേർന്ന് നാട് ഭരിക്കുമ്പോൾ നമ്മുടെ ശരീരം ശരിയായിക്കൊള്ളും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ രാജാവും രാജ്ഞിയും മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ ചക്രവർത്തിയും ചക്രവർത്തിനിയുമായി. ഇതിൻ്റെ പേരാണ് പട്ടാഭിഷേകം. ഈ പട്ടാഭിഷേകം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യന് ഒരു തെറ്റും ചെയ്യാനാവില്ല. ഇത് ഒരു സങ്കല്പമാണ്. ഈ സങ്കല്പം എടുക്കാൻ കാരണം സന്നിധാന ധ്യാനം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിന് ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിലും ചെയ്യാം. കാരണം നമ്മുടെ മനസ്സ് ഒരു സുന്ദരിയായ സ്ത്രീയാണെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ നമ്മളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ ഉണരും. ഇതാണ് നമ്മളുടെ പട്ടാഭിഷേകം. സന്നിധാന ധ്യാനവും പട്ടാഭിഷേകവും മനസ്സിലായി എന്ന് കരുതുന്നു.